മണ്ണിനാൽ നിർമ്മിച്ചു ദൈവം മനുഷ്യനെ മണ്ണിൽ മോദേനെ വാഴാൻ. മണ്ണിനാൽ നിർമ്മിച്ചു ദൈവം മനുഷ്യനെ മണ്ണിൽ മോദേനെ വാഴാൻ. എന്നാൽ മണ്ണിൽ പാപം മൂലം മർത്യനായി തീർന്നവൻ മണ്ണിൽ ലയിച്ചിടുന്നു. എന്നാൽ മണ്ണിൽ പാപം മൂലം മർത്യനായി തീർന്നവൻ മണ്ണിൽ ലയിച്ചിടുന്നു. കർത്താവു ഞങ്ങൾക്കു സങ്കേതമാണെന്നും ശാശ്വത ദൈവമെന്നും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജനാസം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാമും ലോത്തും തമ്മിൽ പിരിഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ആഴ്ചയിലും ഈ വാക്യം തന്നെ വായിച്ച് വിശദീകരിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ പാതയിൽ, അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ഏതെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നാം ചില ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച ആ ഭാഗത്തിൻ്റെ ഒരു മറുവശം കൂടി ഇന്ന് സൂചിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ 9-10 വാക്യങ്ങളിൽ 13-ാം അധ്യായത്തിൻ്റെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. 11-ാമത്തെ വാക്യം, ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. നീരോട്ടമുള്ള പ്രദേശം. ഇനി അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ ഒടുവിൽ വായിക്കുന്നത് പോലെ അത് യഹോവയുടെ തോട്ടം പോലെയും ഒപ്പം തന്നെ മിസ്രയീം ദേശം പോലെയൊക്കെ ആയിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്ര സുന്ദരമായ, മനോഹരമായ, പച്ചപ്പുള്ള, തൻ്റെ കന്നുകാലികൾക്കും തനിക്കും സമൃദ്ധിയിൽ, സുഖത്തിൽ, ശ്രേഷ്ഠതയിൽ, ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുള്ള ഒരു ദേശമാണ് ലോത്ത് തെരഞ്ഞെടുത്തത്. ലോത്ത് വളരെ ബുദ്ധിശാലിയായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് തനിക്ക് കിട്ടിയ അവസരം ലോത്ത് ശരിയായ നിലകളിൽ ഉപയോഗിച്ചു. ലോത്ത് അത് തെരഞ്ഞെടുത്തു. എന്നാൽ നാം പിന്നീട് വായിക്കുമ്പോൾ ജീവിതത്തിൽ ലോത്തിന് അത് ദുഃഖത്തിനും ശാപത്തിനും നഷ്ടത്തിനും കാരണമായി എന്ന് നാം വായിക്കുന്നു. തനിക്കതിൽ നിന്നൊരനുഭവം പോലും പിന്നീട് മിച്ചമായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, താൻ സ്നേഹിച്ച തൻ്റെ പ്രിയപത്നി ഈ ധനം മുഖാന്തരം, ഈ സൊദോം ഗൊമോറ മുഖാന്തരം, അവിടുത്തെ മഹത്വം മുഖാന്തരം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഉപ്പതി തൂണായിപ്പോയി എന്നുള്ളത് നാം വായിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിലും യാതൊരു നന്മയും ഇല്ലാതെയാണ് ഈ ലോത്ത് ആ ദേശം വിട്ട് തൻ്റെ പ്രാണനും കൊണ്ട് ഓടുന്നത് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഒരു മറുവശം അബ്രഹാമിലേക്ക് നമുക്കൊന്ന് വരാം. അബ്രഹാം പറയുന്നത്, നാം തമ്മിൽ സഹോദരന്മാരാണ്, നമുക്ക് തമ്മിൽ പിണക്കം പാടില്ല,
അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, നിനക്കിഷ്ടമുള്ള ദേശം തിരഞ്ഞെടുത്തോ. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഒന്നാം സ്ഥാനം ഞാൻ നിനക്ക് തരികയാണ് തിരഞ്ഞെടുക്കുന്നതിന്, നീ തന്നെ തിരഞ്ഞെടുത്തോ എന്ന് അബ്രഹാം പറയുകയാണ്. ഇവിടെ അബ്രഹാം, ആ വലിയ മനുഷ്യൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവൻ, ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യൻ, ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യൻ, ആ മനുഷ്യൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ്, വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. എന്താ ഈ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ? തനിക്ക് വേണമെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമായിരുന്നു. കാരണം ദൈവം ലോത്തിനെ അല്ല വിളിച്ചത്, അബ്രഹാമിനെയാണ്. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് അബ്രഹാമിനെയാണ്, ലോത്തിനെ അല്ല. അപ്പം ആ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ഈ സമൃദ്ധമായ പ്രദേശങ്ങളൊക്കെ ദൈവം എനിക്ക് തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അത് തിരഞ്ഞെടുക്കും. നീ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളാണ്, നിനക്കല്ലാത്ത പ്രദേശം മതി എന്ന് ഒരുപക്ഷെ അബ്രഹാമിന് ചിന്തിക്കാമായിരുന്നു. അങ്ങനെ ചിന്തിച്ചാൽ അത് തെറ്റെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അബ്രഹാം അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠമായ കാര്യം. എന്തുകൊണ്ട് അബ്രഹാം അങ്ങനെ ചിന്തിച്ചില്ല എന്ന് ചോദിച്ചാൽ, വിട്ടുവീഴ്ചയ്ക്ക് വിട്ടുകൊടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അബ്രഹാം. അബ്രഹാമിന് ഒരു കാര്യം അറിയാമായിരുന്നു. എന്ത്? തന്നെ വിളിച്ച ദൈവം തന്നെ അനുഗ്രഹിപ്പാൻ ശക്തനായവനാണ്. ആ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ഒന്നാമത് തൻ്റെ ജീവിതത്തിൽ ഭയങ്കര ക്ഷാമം വന്നു, അവിടെ ദൈവം തന്നെ രക്ഷിച്ചു. മരണഭയമുണ്ടായി, അവിടെയും ദൈവം തന്നെ രക്ഷിച്ചു. പലവിധമായിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവിടെയെല്ലാം തന്നെ ദൈവം രക്ഷിച്ചു. പ്രിയമുള്ളവരെ, ഈ ദൈവം ഇനിയും രക്ഷിപ്പാൻ ശക്തനാണ്, കഴിവുള്ളവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് താൻ എവിടെയായിരുന്നാലും അവിടെ തന്നെ അനുഗ്രഹിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായി. അബ്രഹാം അതുകൊണ്ടാണ് വിട്ടുകൊടുക്കുന്നത്. പലപ്പോഴും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായിട്ടാണ് നമ്മൾ ഓരോരുത്തരും തീരുന്നത്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ വിട്ടുകൊടുത്ത ആളുകളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ചില ബിസിനസ്സുകൾ വിട്ടുകൊടുത്തവർ, ഒരു പിണക്കം വേണ്ട എന്ന് വിചാരിച്ച് ചില നഷ്ടങ്ങളേറ്റവർ, ചില പ്രവർത്തനങ്ങൾ വിട്ടുകളഞ്ഞവർ, അങ്ങനെയുള്ള സുവിശേഷകന്മാർ, വലിയ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച പല പ്രസ്ഥാനങ്ങൾ വിട്ടുകൊടുത്തവർ, വലിയ ആത്മീയ കാഴ്ചപ്പാടോടെ കണ്ണുനീരോടെ ആരംഭിച്ച ചില ശുശ്രൂഷകൾ വിട്ടുകൊടുത്തവർ, ചില പ്രസ്ഥാനങ്ങൾ, ചില പ്രവർത്തനങ്ങൾ വിട്ടുകളഞ്ഞവർ. എന്താ അങ്ങനെ വിട്ടുകളഞ്ഞതിൻ്റെ കാരണം? പ്രിയമുള്ളവരെ, വിട്ടുകളഞ്ഞവർ മണ്ടന്മാരായതുകൊണ്ടല്ല. ഒരുപക്ഷെ നേടിയെടുത്ത ആൾ ചിന്തിച്ചിരിക്കും, ഞാൻ മിടുക്കനായി, ഞാൻ നേടിയെടുത്തു, അവർ മണ്ടന്മാർ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ. പക്ഷേ ഈ വിട്ടുകളഞ്ഞവർ മണ്ടന്മാരായതുകൊണ്ടല്ല, മറിച്ച് ചില പിണക്കങ്ങളെ ഒഴിവാക്കുവാൻ അവരാഗ്രഹിച്ചതുകൊണ്ടാണ്. ആ പ്രസ്ഥാനം നിലനിന്നു പോകുവാൻ, അല്ലെങ്കിൽ ആ ശുശ്രൂഷ കലങ്ങിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി, ആ പ്രവർത്തനം നശിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ക്ഷമയോടെ മാറിക്കൊടുത്തവർ. നഷ്ടം വന്നു, കോട്ടം വന്നു, ഒരുപക്ഷെ വലിയ കണ്ണുനീരും നെടുവീർപ്പും വേദനയും ഉണ്ടായി.
ജീവിതത്തിൽ വലിയ പട്ടിണിയിലേക്കും കഷ്ടതയിലേക്കും പോയിട്ടുള്ളവരുണ്ട്. വിട്ടുകളഞ്ഞതിൻ്റെ പേരിൽ പല വേദനകളിലൂടെ കടന്നുപോയവരുണ്ട്. പക്ഷേ പ്രിയ സഹോദര സഹോദരി, വിട്ടുകളഞ്ഞത് ഒരിക്കലും നഷ്ടമല്ല. കാരണം നേടിയെടുത്തവൻ അതുകൊണ്ട് ജീവിതത്തിൽ അല്പം സമ്പാദിച്ചു കൂട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ അതവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മയ്ക്കായിട്ട് തീരുകയില്ല. ലോത്തിന്റെ അനുഭവം നമ്മെ വലിയൊരു പാഠം പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ വിട്ടുകളഞ്ഞ താങ്കളെ അനുഗ്രഹിക്കാൻ ശക്തനാണ് സ്വർഗത്തിലെ ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉളവാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിലെ കണ്ണുനീരൊപ്പുവാൻ, വിട്ടുകളഞ്ഞതിൻ്റെ വേദനയെ അകറ്റുവാൻ, താങ്കളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ശക്തനായ ദൈവമാണ് ഞാനും താങ്കളും വിശ്വസിക്കുന്ന ഈ നസ്രയനായ ക്രിസ്തു യേശു. നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും, നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. അതുകൊണ്ട് വിട്ടുകളഞ്ഞല്ലോ, നഷ്ടപ്പെട്ടല്ലോ, ഭാരമായി പോയല്ലോ, ദുഃഖമായി പോയല്ലോ, എൻ്റെ കണ്ണുനീരും വേർപ്പും അത് കൈവിട്ടുപോയല്ലോ, കൈമോശം വന്നല്ലോ എന്ന് ചിന്തിച്ച് കരയണ്ട പ്രിയരെ. അതിലും ഉത്തമമായത് നൽകി, സ്ഥിരതയോടെ നിലനിൽക്കുന്നത് നൽകി, തലമുറയ്ക്ക് അനുഗ്രഹമാകുന്നത് നിലനിൽക്കുന്നത് നൽകി അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ആ അനുഗ്രഹം കണ്ട് സംതൃപ്തിയോടെ കണ്ണടയ്ക്കുവാൻ ദൈവം എന്നെയും താങ്കളെയും സഹായിക്കും. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി. അബ്രഹാമിന് നിലനിൽക്കുന്ന ധനമാണ് ദൈവം നൽകിയത്. ലോത്ത് പക്ഷേ സന്തോഷത്തോടെ സൊദോം ഗൊമോറയിലേക്ക് പോയെങ്കിലും അത് തൻ്റെ ദുഃഖത്തിനും നാശത്തിനും തലമുറയുടെ ശാപത്തിനും കാരണമായി എന്നുള്ളത് തിരുവചനത്തിലൂടെ നാം പഠിക്കുന്നു. അനേകർക്ക് പലതും ശാപമായിട്ടും നിലനിൽക്കുന്നു എന്നുള്ളത് നാം നമ്മുടെ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവം താങ്കളെയും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ. അവൻ്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ.